അപ്പോൾ ഇന്നത്തെ വീഡിയോ തമ്മിലേക്ക് കണ്ട പോലെ നമ്മൾ ഈ സ്പെൻഡർ റീസ്റ്റോർ ചെയ്യുന്ന വീഡിയോ കേട്ടോ. ഫുള്ളായിട്ട് പെയിൻ്റ് അടിക്കുന്ന ഫണ്ട് കൊണ്ട് നമുക്ക് ഇത്രയും ഭാഗങ്ങൾ നമുക്ക് മാറ്റിയെടുക്കുക എന്നുള്ള കേട്ടോ. ടാങ്ക് ഒഴിച്ച് ബാക്കിയുള്ള പീസൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പെയിൻറ്റിങ്ങിന് നമ്മൾ കൊടുക്കുന്ന ഫണ്ട് വരില്ല എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ എന്തെങ്കിലും പറയുള്ളത്. പിന്നെ നമുക്കിത് മൊത്തം പീസാക്കുന്ന വീഡിയോസും കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഇടുന്നില്ല, എല്ലാവർക്കും അറിഞ്ഞ കേസല്ല. അപ്പോൾ ഈ ഭാഗങ്ങൾ ഫുൾ അയച്ചതിന് ശേഷം ബാക്കി എന്തെങ്കിലും ഫിറ്റ് ചെയ്യുന്ന ടൈമിൽ അഡീഷണൽ എന്തെങ്കിലും ഭാഗങ്ങളുണ്ടെങ്കിൽ അത് ഇൻക്ലൂഡ് ആക്കി പറയാമെന്നുള്ള കേട്ടോ. അപ്പോൾ വർഷേക്കിൻ്റെ പുതിയൊരു റീസ്റ്റോറേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മാറ്റാൻ ഉദ്ദേശിക്കുന്ന ഭാഗങ്ങൾ പറഞ്ഞാൽ വൈസർ, ടാങ്ക്, അതുപോലെ തന്നെ ഈ ഒരു പീസ്, പിന്നെ ഇത്, അതുപോലെ തന്നെ മുകളിൽ വരെ ടൈലിൻ്റെ ഈ ഒരു ഭാഗം, പിന്നെ ടൈലിൻ്റെ ഈ ഒരു ഭാഗം നമ്മൾ മാറ്റില്ല. എന്താ വെച്ചാൽ ഈ ഭാഗം നമ്മൾ ഇത് ഷോർട്ടായി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് പൊക്കി കൊടുക്കണം. അപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ ഫ്രണ്ടിൽ കട്ട് ചെയ്താണ്. അപ്പോൾ ആ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് തന്നെ കൊടുക്കുക. എന്ന് വെച്ചാൽ അതാണ് ഷോ എന്നുള്ളതോട് തോന്നുന്നത്. പിന്നെ ബ്രേക്ക് ലൈറ്റ് നമുക്ക് മാറ്റണം. പിന്നെ ഈ ഒരു പീസൊന്നും ഇതിൽ വരില്ല കേട്ടോ. ഈ കവറിൻ്റെ ഈ ഒരു പീസും കാര്യങ്ങളും ഇതിൽ വരില്ല. പിന്നെ ഇത് ഞാൻ ഇൻഡിക്കേറ്റർ മാറ്റില്ല. ഇത് ഇൻഡിക്കേറ്ററിന് വേറെ ചെയ്തതാണ് കേട്ടോ. അത്രയും ഭാഗം നമ്മൾ പീസാക്കിയിട്ടുണ്ട്. പിന്നുള്ളത് പറഞ്ഞാൽ നേരത്തെ വിട്ടു പോയത് കേട്ടോ. നമ്മൾ ഈ വയറിംഗ് കിറ്റ് മാറ്റിട്ടുണ്ട്. അതായത് ഇത് വണ്ടി എടുത്തപ്പോഴുള്ള പീസും കാര്യങ്ങളൊക്കെ കേട്ടോ. ഇതിനെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഇത് ഫുള്ള് അയച്ചെടുക്കണം. ഇത് വയറിംഗ് കിറ്റ് വരുന്നത്. ഇതാണ് വരുന്നത് വയറിംഗ് കിറ്റ്. പിന്നെ വരുന്നത് ടാങ്ക് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഫിറ്റ് ചെയ്ത ടൈപ്പിൽ കാണിച്ചു തരാം. ടാങ്ക് അത്യാവശ്യം ഫിനിഷിങ്ങുള്ള ടാങ്ക് കേട്ടോ. പിന്നെ ഇത് കേട്ടോ, ഈ ഒരു ഭാഗത്തുള്ള ഈ പീസ് ഇതിൽ വരുന്നില്ല, നമ്മൾ സെപ്പറേറ്റ് എടുക്കണം. പിന്നെ ഇതിൽ ഒരുവിധം പീസുകളൊക്കെ നല്ല കേട്ടോ. നമ്മൾ പഴയത് വൈസറും കാര്യങ്ങളും നല്ലതാണ്, ചെറിയ സ്ക്രാച്ചൊക്കെ ഉള്ളു. പക്ഷേ ആ മാറ്റുമ്പോൾ ഫുള്ളായിട്ട് മാറ്റിയാണ്. അതല്ലാതെ ഇതിനകത്ത് പോയ പീസിലേക്ക് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ഫണ്ടിൽ നമുക്ക് ഈ ഭാഗങ്ങൾ ക്ലിയർ ആവുന്നില്ല കേട്ടോ. ഇതിലിപ്പോൾ ഇതിനെ പരമാവധി ഫുള്ള് എടുത്തിട്ടുണ്ട്. ഇതാണ് ഞാൻ അതിൻ്റെ മറുകാട് പറഞ്ഞത്. വേറെ കട്ടി കയറാൻ അറിയില്ല. പേര് ടൈപ്പാണ്. ഇതിൽ സൂട്ടാക്കാൻ പറ്റുമെന്ന് നോക്കണം കേട്ടോ. ഇതൊന്ന്. പിന്നെ വൈസർ നമ്മളെ വൈസർ നല്ല വൈസർ തന്നെ കേട്ടോ. അത് സ്ക്രാച്ചിൻ്റെ ഫീല്. പിന്നെ ഈ ഒരു ഭാഗം ഞാൻ പൊട്ടുണ്ടെന്ന് കരുതിയാണ്. പക്ഷേ അത് വന്ന് അയച്ചു വെക്കുമ്പോൾ നല്ല കണ്ടീഷൻ പീസസാണ് നമ്മളത്. സ്ക്രാച്ച് ചെറുതായിട്ടുണ്ടെന്നുള്ളൂ. പിന്നെ ഈ സൈഡിൽ ഇതിൽ ഈ പീസ് മേടിക്കുന്ന ടൈമിൽ ഇതിൽ നമ്മളെ ലോക്ക് ഇതിൽ വരില്ല, നമ്മളെ മറ്റേ ലോക്ക് ഇതിൽ കയറണം. അതുപോലെ തന്നെ ഇതിനകത്ത് എന്തുകൊണ്ടോ ഇതിനകത്ത് ഒരു സ്പെൻഡറിൻ്റെ ഒരു ലോഗോ പോലത്തെ ഒരു പീസ് വരും ഇതിൽ. അത് നമ്മളെങ്ങനെ വെച്ചാൽ ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പീസ് വരിക. അത് നമ്മളിതിൽ സെപ്പറേറ്റ് മേടിക്കണം. ചെറിയ ഫണ്ടിൻ്റെ അത് വരുന്നുണ്ട്. പിന്നെ ബാക്കിൻ്റെ പീസ് അത്യാവശ്യം നല്ല ഫിനിഷിങ്ങുള്ള പീസ് കേട്ടോ. പിന്നെ പെയിൻ്റ് അടിച്ചാൽ ഇത്ര ഫിനിഷിങ് കിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ഇതിൽ കണ്ടോ, ഈ ഒരു ഭാഗം നമ്മൾ വലിച്ചാൽ ഇത് കണ്ടോ ക്ലിയർ അടിച്ചിട്ടുണ്ട്. അത് പറഞ്ഞു പോകില്ല, അത്രയും സെറ്റാണിത്. നമ്മൾ ഇത് ഫുള്ള് പെയിൻ്റ് അടിച്ചതിന് ശേഷം സ്റ്റിക്കർ ചെയ്യുമ്പോൾ അതിൻ്റെ ഫണ്ട് വേറെ വരും. പെയിൻ്റ് അടിക്കാനുണ്ടെങ്കിൽ ഇതുണ്ടോ, ഈ സ്റ്റിക്കർ അയച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് പക്ക ഫിനിഷിങ് ആയിട്ടാണ് അതിൽ വരുന്നത്. ഈ പീസിലും പെയിൻ്റ് അടിച്ചിട്ട് പിന്നെ ഒട്ടിക്കുമ്പോൾ നമുക്ക് ഇത്ര ദമ്മ് കിട്ടില്ല. പിന്നെ ക്ലിയർ അടിക്കണം അതിന് മുഖത്ത്. ക്ലിയർ അടിച്ചാൽ ഏറെക്കുറെ സെറ്റാവുന്നുള്ളതാണ് കേട്ടോ. എയർ ഫിൽറ്റർ കാര്യങ്ങൾ മറുകാട് എല്ലാം അയച്ചു സെറ്റ് ചെയ്തു. പിന്നെ ക്ലീൻ ചെയ്തു. പിന്നെയുള്ള പറഞ്ഞാൽ ഈ ഒരു ഭാഗം നമ്മൾ ഗ്യാരേജിൽ കൊണ്ടുപോയിട്ട് കട്ട് ചെയ്തിട്ട് റീസെറ്റ് ചെയ്യണം. പിന്നെ പെയിൻ്റ് അടിച്ച് ഇവിടെ 1-2 ഭാഗങ്ങൾ തുരുമ്പുണ്ട്, അതൊക്കെ പെയിൻ്റ് അടിച്ച് സെറ്റ് ആക്കണം. അതുപോലെ വയറിങ് ഫുള്ള് ഊരിട്ടില്ല, വയസ്സിൻ്റെ അടി ഊരിയിട്ട് വയറിങ് കാര്യങ്ങൾ പുറത്തെടുക്കണം. പിന്നെ ഈ ഒരു ഭാഗമൊക്കെ സെറ്റ് ചെയ്യാണ്ട് ഇത് ഫുള്ള് ഫിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു ഭാഗം റീസെറ്റ് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അത് അയച്ചിട്ടില്ല. പിന്നെ ഇതിനകത്ത് വരുന്ന ഭാഗങ്ങളും റെസ്റ്റും കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കണം. എഞ്ചിൻ്റെ ഹെഡ് അതൊക്കെ പെയിൻ്റ് അടിക്കണം. അപ്പോൾ ഇത് എത്രത്തോളം നമുക്ക് കഴിയണോ ആ ഒരു ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഇന്നത്തെ വീഡിയോകൾ ഫിനിഷ് ചെയ്യും. ബാക്കി അപ്ഡേഷൻ അടുത്ത പാർട്ടി എന്നുള്ള ലെവലിലേക്ക് ഇടാന്നുള്ള എഴുതിയിട്ടാണ്. എന്നാലും ലോങ് ആവേണ്ട കാര്യത്തിൽ എത്ര ഷോർട്ടായി പറഞ്ഞു കേട്ടോ. ഓരോ ഭാഗങ്ങൾ അയച്ചു കഴിഞ്ഞതിന് ശേഷം വീഡിയോ ഇടുന്നത്. അതുപോലെ ഇത് വലിയൊരു പ്രശ്നമില്ല മറുകാട്. പിന്നെ ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് നമുക്ക് ആ ഒരു ഭാഗം മറ്റേ മറുകാട് നമ്മൾ കൊടുക്കുന്നത് ലുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ കയറ്റാന്നുള്ളതാണ്. വണ്ടി നമ്മൾ വർക്ക്ഷോപ്പിൽ എത്തിച്ചു. പിന്നെ ഇതിൽ ഈ ഒരു ഭാഗത്ത് വരുന്ന ഈ പീസ് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കി. ഇവിടെ വരുന്ന റെസ്റ്റ് കേട്ടോ. എന്താ വെച്ചാൽ ഇതിനകത്ത് ക്ലോസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വെള്ളം കയറ്റുന്നത് ഇതിങ്ങനെ കയറി ഇതിനകത്തൊക്കെ വരും. ഫുള്ളായിട്ട് റെസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. ഇതിന് മുകൾ ഭാഗത്ത് വെള്ളമായാലും ഉണങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വലിയ ഇഷ്യൂ വരില്ല. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഉണങ്ങാൻ താമസം പിടിക്കും. അപ്പോൾ ഇത് കംപ്ലയിൻ്റ് ആവും. തുള്ളി നല്ല കംപ്ലയിൻറ്റ്. അപ്പോൾ ഇതിനകത്ത് നല്ല കച്ചറ ഉണ്ടാകും കേട്ടോ. ഒക്കെ ഒഴിവാക്കി. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പൈപ്പ് എന്തെങ്കിലും വെച്ചിട്ട് സ്ട്രോങ് ആയിട്ട് വെൽഡ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഭാഗം പൊട്ടാനൊക്കെ ചാൻസ് വരും കേട്ടോ. അപ്പോൾ ഈ ഒരു പൈപ്പ് ഇതിനകത്ത് കയറ്റാൻ പറ്റുമോ നോക്കണം. ബോൾ ജോയിൻ്റാണ് 4 വീലിൻ്റെ.
കയറ്റിയിട്ട് അത് സ്പോട്ട് അടിച്ചതിന് ശേഷം ബാക്കി ഇതിന് മുകളിൽ ഇങ്ങനെ കവർ ചെയ്യുക. അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുള്ളതാണ്. ഇത് കണ്ടോ, ഈ ഒരു ഭാഗത്ത് ഒരു കട്ടിങ് കിട്ടിയതിന് ശേഷം ഇതിൻ്റെ ഒരു എൻഡ് ഇതിനകത്ത് കയറ്റി വെച്ചു, അടിച്ച് കയറ്റി. ബാക്കി എൻഡ് ഇതുണ്ടോ സ്ലൈഡ് ചെയ്ത് ഇവിടെ വെച്ച്. ഇനി ഇത് ക്ലോസ് ചെയ്തതിന് ശേഷം ഇവിടെ ഇങ്ങനെ സ്പോട്ട് അടിക്കും, അതുപോലെ ഇവിടെ സ്പോട്ട് അടിക്കും. അപ്പോൾ അത്യാവശ്യം പവർ കിട്ടും, ബലം കാര്യങ്ങൾ കിട്ടും കേട്ടോ. പിന്നെ അതിന് മുകളിൽ ഒരു പ്ലേറ്റ് വെച്ചാണ്ട് ഇങ്ങനെ പ്ലേറ്റ് വെച്ചാണ്ട് കറക്റ്റ് സ്പോട്ട് അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം ക്ലിയർ ആവും, സ്ട്രോങ് ആവുന്നില്ല കേട്ടോ. മറ്റേ നമ്മളെന്താ വെച്ചാൽ ഈ പൈപ്പല്ലേ, അപ്പോൾ അത്ര മുകൾ ഭാഗത്ത് ചെയ്യുമ്പോൾ അത്ര സെറ്റപ്പ് കിട്ടിക്കോണമെന്നില്ല. അപ്പോൾ ഇത് ഈ ഭാഗം നമ്മളങ്ങനെ ക്ലിയർ ചെയ്യും. പിന്നെ വേറെ അലമ്പൊന്നുമില്ല. പിന്നെ ഇതൊക്കെ പെയിൻ്റ് എടുക്കണം വെറുതെ. കേട്ടോ ഫുള്ള് വെൽഡിങ് കഴിഞ്ഞു. പിന്നെ ഇത് തട്ടിയിട്ട് എവിടെയെങ്കിലും സ്പോട്ടിലൊക്കെ വിട്ടുകൊണ്ട് ക്ലിയർ ആക്കിയിട്ട് ബാക്കി കവർ ചെയ്യാം കേട്ടോ. വെൽഡിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഈ പെയിൻ്റ് അടിച്ച് സെറ്റ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ പെയിൻറ്റിങ് ഫുള്ള് ഫിനിഷ് ആയിട്ടുണ്ട്. പിന്നെ ഈ അകത്തുള്ള ഭാഗം ഫുള്ള് നമ്മൾ ബ്രഷ് കൊണ്ട് അടിച്ചിട്ടുള്ളത്. ഈ ഒരു ഭാഗം നമ്മൾ ഒന്ന് വൃത്തിയിൽ ഈ സ്റ്റെമ്പ് സെറ്റ് ചെയ്യാന്നുള്ളതാണ്. ആ ഭാഗത്തേക്ക് പുറത്ത് കാണുള്ളൂ, ബാക്കിയുള്ള ഭാഗമൊക്കെ ഉള്ളിൽ കവർ ചെയ്ത് പോണ ഭാഗങ്ങൾ കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ എങ്ങനെ അടിച്ചാലും സീനില്ല. പിന്നെ എന്താ നമ്മൾ നേരത്തെ പാച്ച് ചെയ്ത ഭാഗം ഒക്കെ പക്കായി ചെയ്തിട്ടുണ്ട്. ഇനിയുള്ളത് പറഞ്ഞാൽ ഈ സാധനങ്ങൾ ഫുള്ള് സെറ്റ് ചെയ്യണം. അല്ല സോറി, ഇതല്ല പഴയ സാധനങ്ങൾ കേട്ടോ. ഇതിൽ ഈ ഒരു ഭാഗം നമ്മൾ പഴയ തന്നെ സെറ്റ് ചെയ്യണത്. ഇതിൽ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ നമ്മളിവിടെ ഷോർട്ടാക്കിക്കൊണ്ട് ആ ഒരു ഭാഗം നമുക്ക് അത് മതി. പിന്നുള്ളത് എയർ ഫിൽറ്ററിൻ്റെ ഈ ഭാഗങ്ങൾ ഒന്ന് ക്ലിയർ ആക്കി സെറ്റ് ചെയ്തിട്ട് അത് വെക്കണം. പിന്നെ ഇതാണ് നമ്മളെ പായ ടാങ്ക് വരുന്നത്. പായ ടാങ്കിലെ ഫ്യൂലൊക്കെ നമ്മൾ ചോർത്തെടുത്തിട്ട് ഇതിൻ്റെ ഈ ക്യാപ്പ് ടാങ്കുമ്പോൾ വരുന്നില്ല കേട്ടോ, സെപ്പറേറ്റ് നമ്മൾ മേടിക്കണം. അപ്പോൾ ഇനി ഫ്യൂലും കാര്യങ്ങളും ചോർത്തെടുത്തിട്ട് മറ്റേ നമുക്ക് ഈ ഫ്ലോട്ടും കാര്യങ്ങളും സെറ്റ് ചെയ്യണം. ഇതിനകത്തുണ്ടോ ഫ്ലോട്ടും കാര്യങ്ങളും അതിലേക്ക് സെറ്റ് ചെയ്യണം. പിന്നെ ഈ പ്ലഗിൻ്റെ വയറും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യണം. ഇത് പൊട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പെയിൻ്റ് അടിച്ചപ്പോൾ എഞ്ചിൻ്റെ ഉള്ളിൽ വരുന്ന ഈ സ്റ്റെമ്പ് ഉണ്ടല്ലോ, ഈ ഒരു ചേസിൻ്റെ ഒരു ഭാഗം നമ്മൾ പെയിൻ്റ് അടിച്ചില്ല. കാരണം വെച്ചാൽ ഈ എഞ്ചിന് ചെറിയ ലീക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ എഞ്ചിൻ ഇറക്കേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗത്ത് നമുക്ക് അപ്പം സെറ്റ് ചെയ്യാന്നുള്ളത് എഴുതിയിട്ടാണ്. അതായത് ഇതിനകത്തൊക്കെ വൃത്തിയാക്കിയിട്ട് സെറ്റ് ചെയ്യണം. അതുകൊണ്ടോ ഈ ലീക്കെല്ലാം ക്ലിയർ ആക്കണം. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ അടുത്ത പാർട്ടിൽ നമ്മൾ ചെയ്യും. പിന്നെ ഈ ടാങ്ക് ഇതിൽ വരുന്ന സാധനങ്ങളൊക്കെ സെക്കൻഡ് ഹാൻഡ് പ്രൈസിന് കൊടുക്കും കേട്ടോ. അപ്പോൾ ആർക്കൊരു ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തരുന്നില്ല, കൊറിയർ അയച്ചിരുന്നില്ല. അപ്പോൾ ഈ പീസിലുണ്ടോ ഇത് ഞാനിത് സ്പ്രേ പെയിൻ്റ് അടിച്ചാട്ടോ. സ്പ്രേ പെയിൻ്റ് അടിച്ച് ഉണങ്ങാതെ ഇതിൻ്റെ മുകളിൽ ആ ഒരു പീസ് നമ്മളെ കവറുണ്ടല്ലോ വെച്ചാണ്, അതാണ് ഈ കാണുന്നത് ഈ ഒരു പീസ്. പിന്നെ അത്യാവശ്യം അലമ്പില്ലാത്തതാണ്. പിന്നെ ഞാൻ മാറ്റുമ്പോൾ ഫുള്ള് മാറ്റിയാണ്. ഇതുണ്ടോ പെയിൻ്റ് അടിച്ചാൽ തെറ്റോ. പിന്നെ ഒരു ചെറിയൊരു ഒരു ഞെളുക്കുണ്ട് ഈ സൈഡായിട്ട് കേട്ടോ. പായ പീസ് ഇത് ഞാൻ പറഞ്ഞത് പൊട്ടിന്ന് കരുതിയുള്ള പീസ് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത പീസാണ്. ഇത് വൃത്തിയാക്കി എടുക്കാണ്ട്. ഇനി പെയിൻ്റ് അടിക്കണം എന്നുള്ള ടീമുണ്ടല്ലോ അവർക്കൊക്കെ പറ്റും. സ്ക്രാച്ച് ഒഴിവാക്കി കിട്ടിയാൽ മതി. വൈസറുണ്ടോ ഇതിൻ്റെ ഇവിടെ ഇത്ര സ്ക്രാച്ചുള്ളൂ. പിന്നെ ഇൻഡിക്കേറ്റർ നമുക്ക് തന്നെ തരണം. പിന്നെ ഇതിൻ്റെ ഈ ചാവിക്കിറ്റ് ഈ പീസ് നല്ല കേട്ടോ. ഇത് കമ്പനിയാണ്, ഇതൊക്കെ കമ്പനിയാണ്. വൈസർ ഒഴിവാക്കിയ കമ്പനിയാണ്. അതുപോലെ ടാങ്ക് കമ്പനിയാണ്. ടാങ്ക് ഇത് പുതിയത്. പിന്നെ ഇതിൻ്റെ ഈ ഫ്ലോട്ട് ഇത് നമുക്ക് മാറ്റിടണം. അതുപോലെ തന്നെ ഇതിൻ്റെ ഇവിടെ വരുന്ന ഓൺ ഓഫ് ഉണ്ടല്ലോ, അതായത് റിസർവും മെയിനും ആ ഒരു ഭാഗം ഇത് നമുക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിൽ വരുന്ന പീസാണ് ഇത് കേട്ടോ. ഇത് ഫിൽറ്റർ, റിങ്, ഈ ഒരു പീസ്, ആ ഫ്ലോട്ട്. അപ്പോൾ ഇതിലേക്ക് പക്കായി കണക്ട് ചെയ്യണം. കണക്ട് ചെയ്യുന്ന ടൈമിൽ ഈ ഒരു ഭാഗത്ത് ഈ ഭാഗം അലമ്പാണ് പക്ഷേ ബെസ്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഗ്രീസിറ്റ് കയറ്റാം. ഈ ഒരു ഭാഗം ത്രെഡ്സിൽ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്താണ്ട് ലീക്കും കാര്യങ്ങളും ഇല്ലയെന്നുള്ളത് പക്കാക്കുക. അതുപോലെ വയർ കണക്ഷനൊക്കെ ഇങ്ങനെ വരുന്നത് ഇതിനകത്ത് കൂടെ. ഫിറ്റിങ് ഇത്രത്തോളമായി നമ്മൾ വയറിങ് കിറ്റും കാര്യങ്ങളും. പിന്നെ ഇവിടെ വരുന്ന ഈ പീസും കാര്യങ്ങളൊക്കെ ഏറെക്കുറെ ഈ വീഡിയോയിൽ കാണുന്ന എല്ലാ ഭാഗങ്ങളും ഫിറ്റ് ചെയ്തു. പിന്നെ അത് അത്യാവശ്യം ഡാർക്കായി തുടങ്ങിട്ടോ. ഇപ്പോൾ ഇത് നൈറ്റ് ആക്കാരം ഫിറ്റിങ് കഴിയുക. ഞാൻ ഒരു ദിവസം കൊണ്ട് ക്ലിയർ ആക്കണം കരുതി കേട്ടോ. നമ്മളിത് വർക്കിന് പോകുന്ന വണ്ടിയാണ്, ഒറ്റ ദിവസം കൊണ്ട് ക്ലിയർ ആക്കാൻ കരുതി. പക്ഷേ എന്താ വെച്ചാൽ ടൈം പിടിച്ചു. അപ്പോൾ ഇന്ന് വൈകിട്ടാണ് ബാക്കി വർക്കുകൾ തീരുമാനമാക്കുക. അപ്പോൾ എത്രത്തോളം ക്ലിയർ ആവുമെന്നുള്ള അറിയില്ല. ഇതുണ്ടോ ഈ ഒരു ഭാഗമൊക്കെ നമ്മൾ പക്കായി ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഒരു പീസ് ഉണ്ടാവില്ല കേട്ടോ. വയറിംഗ് കിറ്റ് വരുമ്പോൾ ഇത്രയും ഭാഗം ഉണ്ടാവുള്ളൂ. ഈ മീറ്ററിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഒരു ഭാഗം ഉണ്ടാവില്ല. അതുപോലെ തന്നെ ബ്രേക്കിൻ്റെ സ്വിച്ചും കാര്യങ്ങളുണ്ടോ അങ്ങനത്തെ ഭാഗങ്ങളുണ്ടാവില്ല. പിന്നെ ഇതിൻ്റെ ബാറ്ററി നമ്മൾ സെറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ പൾസറിൻ്റെ കേട്ടോ. ഉണ്ടോ ഈ ഒരു ബാറ്ററിയാണ് പൾസറിൻ്റെ ബാറ്ററി. ആകുമ്പോൾ പൾസറിൻ്റെ ബാറ്ററി സൂട്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് ബാറ്ററി കേസിരിക്കുന്ന ഭാഗത്ത് കുറച്ച് കട്ട് ചെയ്തിട്ട് ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. ടൈലിൻ്റെ അവിടെ വരുന്ന ആ ഭാഗം ഉണ്ടല്ലോ, അതിൻ്റെ ഈ ഒരു പുഷ് 2 പുഷ് ഇതുമ്പോൾ കയറണം. അതുപോലെ സ്ക്രൂ ഇല്ലാന്നുണ്ടെങ്കിൽ ഈ സ്ക്രൂ തന്നെ കറക്റ്റ് സെറ്റ് ചെയ്യുക. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത്. പിന്നെ ഇതുണ്ടോ ടാങ്ക് നമ്മൾ സെറ്റ് ചെയ്തു. അപ്പോൾ ഇത്രത്തോളം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഫുള്ള് സെറ്റ് ചെയ്തതിന് ശേഷം നൈറ്റ് ഫുള്ള് സെറ്റ് ചെയ്യും.
പിന്നെ ഫുൾ സെറ്റ് ചെയ്ത് വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് രാവിലെ കാണിച്ചിരുന്നതാണ്. ഇനിയിപ്പോൾ ഈ ടൈമിൽ നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ ക്ലിയറും കാര്യങ്ങളും ഉണ്ടാവില്ല. അപ്പോൾ ഇനി വൈസറും കാര്യങ്ങളും ബാക്ക് സീറ്റ് അങ്ങനെയുള്ള ഭാഗങ്ങൾ സെറ്റ് ചെയ്യാനുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൽ പഴയതിൻ്റെ ഈ ലോക്ക് ഉണ്ടോ, ഈ ലോക്ക് നമ്മൾ ഇത് നമുക്ക് സെറ്റ് ചെയ്യണം. ഇത് സെറ്റ് ചെയ്യുന്ന ടൈമിൽ ഈ ഹോൾ ഇതിപ്പം കറക്റ്റ് അല്ലേ കാരണം. അപ്പോൾ നമ്മൾ ബാക്ക് സൈഡിൽ നോക്കിയിട്ട് സ്റ്റഡി ആക്കുക. ബാക്ക് സൈഡിൽ ഇതിലും നല്ല ഉണ്ടാകും കേട്ടോ, ഇത് കമ്മിയാണ്. ഇതിൻ്റെ നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് കണ്ടോ. ഒരു സ്ലൈഡിങ് ആണ്, സ്ലൈഡിങ് നേരെ കയറ്റി കൊടുത്താൽ മതി. പിന്നെ അത് മാറുന്നില്ല കാരണം വെച്ചാൽ ഇവിടെ ഇതുപോലെ ലോക്ക് വരുന്നുണ്ട്. ഇതാ ഇതുവരെ കട്ടിങ് വരുന്നുണ്ട്, കട്ടിങ് കറക്റ്റ് ഫിറ്റിംഗ് ആവും. അതുപോലെ തന്നെ ഇതാണ് ഇതിൻ്റെ സൈഡിൽ ലോക്ക് വരുന്നത്. പിന്നെ ഈ സ്പ്ലെൻഡറിൻ്റെ സെറ്റ് ചെയ്യുന്ന ടൈമിൽ ഇതിൻ്റെ ഇവിടെ ഒരു ക്ലിപ്പ് വരും. ആ ക്ലിപ്പ് ഇതിൽ വന്നിട്ടില്ല. ഇത് ചെറിയ ഫണ്ടൻ്റ് വരും കേട്ടോ, 50 രൂപ ആ റേഞ്ചൊക്കെ തന്നെ വരുള്ളൂ ഈ ഒരു സ്പ്ലെൻഡറിൻ്റെ 2 പീസിന് കേട്ടോ. പിന്നെ ഇതിനകത്ത് ഈ പുതിയതിനകത്ത് വരുന്ന പറഞ്ഞാൽ ആദ്യത്തെ പീസിൻ്റെ അകത്ത് വരുന്ന ഇതുപോലെ കണ്ടോ, ഒരു ഇരുമ്പിൻ്റെ വാസർ അടിച്ചു കയറ്റിയിട്ടുള്ളതാണ്. അങ്ങനെ ഒരു ക്ലിപ്പാണ് അതിന് വരുന്നത്. അപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ പിന്നെ എന്താ വെച്ചാൽ ഇത് ഉരുക്കിയാൽ മതി. അവിടെ ഹീറ്റാക്കിയിട്ട് ഇത് ഉരുക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്ത് നിൽക്കും. അല്ലാന്നുണ്ടെങ്കിൽ അതുപോലത്തെ ക്ലിപ്പ് മേടിച്ചുകൊണ്ട് ക്ലിയർ ചെയ്ത് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അവസ്ഥ കണ്ടോ സ്പ്ലെൻഡർ. അപ്പോൾ ഈ ഒരു ഭാഗം ഇതുമേ സെറ്റ് ചെയ്യണം. പിന്നെ സ്പ്ലെൻഡറിൻ്റെ ലോഗോ സെറ്റ് ചെയ്യുമ്പോൾ ഇവിടെ അമർന്നിരിക്കാത്തൊരു സീൻ വരും. കാരണം ഇത് വലിയൊരു സെറ്റപ്പുള്ള സാധനം എന്ന് പറയാൻ പറ്റില്ല. ലോക്കലില്ലേനു ഇതിൻ്റെ മുകളിലുണ്ടോ ഒരു മാനുഫാക്ചറിങ് ഒരു സാധനം ഉണ്ടാവും ഇതുണ്ടോ അതുപോലത്തെ കട്ട. അപ്പോൾ അത് നമ്മൾ പ്രസ് ചെയ്യുന്ന ടൈമിൽ കറക്റ്റ് സീഡിൽ നിൽക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ വെച്ചാൽ ഇത് എന്തൊരു കത്തി ഉണ്ടോ എന്തൊരു കറക്റ്റ് ഇതാക്കി എല്ലാം ടൈമിൽ പോയിട്ട് വരുത്തിയാണ്ട് ക്ലിയർ ആക്കണ ഭാഗം കേട്ടോ. ഞാൻ വെച്ചപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ സെറ്റാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. സെറ്റ് ചെയ്തു. ഏത് സൈഡിലുണ്ടോ അത് ഉരുക്കുക ചെയ്തിട്ടോ. ഗ്യാസ് വെച്ച് ചെയ്യാണ്ട് കമ്പി ചൂടാക്കിയിട്ട് പ്രസ് ചെയ്ത് വെച്ചു. പിന്നെ സൈഡിലേക്ക് ഇതുപോലെ ഇങ്ങനെ ആക്കിയാലുള്ള കേട്ടോ അത്യാവശ്യം ദമ്മിൽ നിൽക്കുക. മറ്റേ ചെറുതായിട്ട് പ്രസ് ചെയ്താൽ സീനാണ്. ഇതുണ്ടോ ഓക്കെ. അപ്പോൾ കേട്ടോ ലൈറ്റ് ഒരു പാതി നിന്നിട്ട് ഈ ഒരു ഭാഗം നമ്മൾ മുഴുവനാക്കി സെറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു മറുകാട് നമ്മൾ സെറ്റ് ചെയ്യാനായിട്ടുണ്ട്. മറുകാട് നമ്മൾ വേറെ പീസ് എടുത്തിട്ടുള്ളത് ഇതുണ്ട്. ടിസ്റ്ററാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ. അപ്പോൾ ഇതാണ് ഐറ്റം. അപ്പോൾ ഇത് നമ്മൾ സെറ്റ് ചെയ്യണം. അപ്പോൾ ഇത് സെറ്റ് ചെയ്യുന്ന ടൈമിൽ ക്ലാമ്പും കാര്യങ്ങളും പിന്നെ യൂസ് ചെയ്യേണ്ടത് ആവശ്യമില്ല. കാരണം ഇത് ഈ ഒരു പൊസിഷനിലാണ് ഇത് കൊടുക്കുള്ളൂ. ബാക്കി ഇതിന് എന്തൊരു സൊല്യൂഷൻ കണ്ടുവരും. അപ്പോൾ സെറ്റ് ആവുമല്ലോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ അയച്ചിട്ടുള്ളതാണ് ഈ ഒരു ബോൾട്ട് കൂടെ അയക്കണം. ഇതിൻ്റെ ബോൾട്ട് വരുന്നത് ഉള്ളിൽ നിന്നാണ് വരുന്നത്. 4 ബോൾട്ട് വരുന്നത് ഉള്ളിൽ നിന്ന്. അപ്പോൾ ഇത് അയച്ചെടുത്തതിന് ശേഷം നോക്കി നോക്കാം. അപ്പോൾ കേട്ടോ ഇതിൻ്റെ ഫിറ്റിങ് ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഇതിൽ ഈ ആദ്യത്തെ കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു പൊസിഷനിൽ വരുന്നത്. അപ്പോൾ ഇത് ഇത്ര പൊക്കിയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യേണ്ടി വരും. ഇവിടെ ഒരു ക്ലാമ്പ് ചെയ്യണം. വർക്ക് ഇത്രയും കംപ്ലീറ്റ് ആക്കിയിട്ട് നമ്മൾ ഈ വീഡിയോ ക്ലോസ് ചെയ്യാണ്. കാരണം വെച്ചാൽ വീഡിയോയിൽ ലെങ്ത്ത് കൂടും. പിന്നെ നമുക്ക് അടുത്തൊരു പാർട്ടായിട്ട് വാർത്ത ചെയ്യാം. ഇതെന്താ വെച്ചാൽ ഇത് ഫിറ്റ് ചെയ്യുന്ന ടൈമിൽ ഇതിൻ്റെ ക്ലാമ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. അപ്പോൾ അത് ടൈം ആവും. ഇപ്പോൾ നമ്മൾ ഒരു ദിവസം അതുപോലെ ഒരു നൈറ്റ് പാതി പിന്നെ ഇത് രാവിലെ ബാക്കി സെറ്റ് ചെയ്താട്ടോ. അപ്പോൾ വാഷ് ചെയ്തൊന്ന് ക്ലിയർ ആക്കിയിട്ടുള്ളതാണ്. പിന്നെ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഈ ഹൈറ്റ് കൂട്ടണം. അതുപോലെ ഈ ഒരു ഭാഗം നമ്മൾ ചേഞ്ച് ചെയ്യാനുള്ളതാണ്. പിന്നെ ഷോക്ക് കാര്യങ്ങൾ പിന്നെ വീല് പറ്റിയെങ്കിൽ വീല് അങ്ങനെയുള്ള അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇടാമെന്നുള്ളതാണ് പാർട്ടായിട്ട് ചെയ്യുക. അതുപോലെ ഈ ഒരു മുതൽ നമ്മൾ പെയിൻ്റ് അടിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും പാർട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റേറ്റോ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. പവർ സ്റ്റോക്ക് ഒഫീഷ്യൽ എന്നാണ് ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐഡിയ. അപ്പോൾ അതിൽ മെസ്സേജ് അയച്ചാൽ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഇതിൽ ഫുൾ കിറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ അയച്ചു തരും. ഓരോ പീസ് ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ നിങ്ങൾക്ക് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ. അതുപോലെ ഈ ഒരു മോഡലിൻ്റെ റേറ്റ് പറഞ്ഞത് 300 റുപ്യ ചോടെ വരുന്നത്. ഇതിൻ്റെ ഒറിജിനൽ അല്ല, അതിൽ സെക്കൻഡ് ക്വാളിറ്റി. ഒറിജിനൽ 5, 6 റേറ്റൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് സ്പ്ലെൻഡറിൻ്റെ റീസ്റ്റോറേഷൻ വീഡിയോയും കാര്യങ്ങളൊക്കെ. അപ്പോൾ പുതിയ അടുത്ത അപ്ഡേഷനായിട്ട് വരാം. അപ്പോൾ ഗുഡ് ബൈ.